കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന KSPPWയുടെ കായംകുളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കായംകുളം പ്രതാംഗമ്പൂട് ജംഗ്ഷന് തെക്കുവശത്തുള്ള ഷറഫുദ്ദീന്റെ വസതി നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് രാജന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. അനുസ്മരണ യോഗത്തിന് ശേഷം സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതല ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. നമ്മുടെ ക്ഷേമ കാര്യങ്ങൾക്കാണ് ഇതിന് മുൻഗണന. നമ്മുടെ കൂട്ടായ്മ നേരത്തെ ഇവിടെ വികാരപരമായ ഉപക്രമ പ്രസംഗം നടത്തിയ ശ്രീ രാജൻ അവതരിപ്പിച്ചതുപോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഈ വിരമിച്ചവരെ ഒരുമിച്ച് കാണുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതിനാണ് മുൻഗണന. എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രതികരണവും സമരവും ഒക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യകത സൃഷ്ടിച്ചത് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്റാണ്. നമ്മളങ്ങനെ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. നമ്മുടെ സംഘടനയുടെ ജില്ലാ ഓഫീസുകളും സംസ്ഥാന കമ്മിറ്റി ഓഫീസും ഒക്കെ പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് അനുവദിച്ച് തന്ന ഓഫീസുകളാണ്. ആലപ്പുഴ ജില്ലയിലേത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ജില്ലാ ജയിലിൻ്റെ പരിഷ്കരണം വന്നപ്പോൾ ആ പ്രദേശം കൂടെ അതിനകത്ത് ഉൾപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ ഓഫീസ് പോയി പകരം നമുക്ക് ഓഫീസ് തന്നിട്ടില്ല. അതിരിക്കട്ടെ. അപ്പോൾ ഈ ഗവൺമെൻറ്റുമായിട്ട് വളരെ ആഭിമുഖ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമരം നടത്തുവാനൊന്നും ഒരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 7-8 കൊല്ലമായി നമ്മുടെ പല ആനുകൂല്യങ്ങളും തമസ്കരിക്കപ്പെടുകയോ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന പരിതാപകരമായ അവസ്ഥയിൽ പെൻഷൻ സമൂഹത്തെ സർക്കാർ കൊണ്ടെത്തിച്ചു. അതിലിപ്പോൾ 169 മാസത്തെ ഡിയർനെസ് റിലീഫ് നമുക്ക് തരാൻ കിടക്കുകയാണ്. നമുക്ക് 19% ഡിയർനെസ് റിലീഫ് തരാൻ കിടക്കുകയാണ്. കേന്ദ്ര സർക്കാർ കാലാകാലങ്ങൾ 6 മാസം കൂടുമ്പോൾ ദേശീയ വില നിലവാര സൂചിക പരിശോധിച്ച ശേഷം പ്രഖ്യാപിക്കുന്നതാണ് ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും ഒക്കെ. അത് കൃത്യമായി നമുക്ക് കിട്ടിപ്പോന്നിരുന്നതാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി നൽകി പോരുന്നുമുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രം ആരോടും ഒന്നും പറയാതെ തന്നെ അതൊക്കെ അവസാനിപ്പിച്ച് തരാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. കൊല്ലം ജില്ലയിൽ ഇതുപോലെ DPOയിലെ പഴയ DYSP ഓഫീസായിരുന്നു ഈ ഓഫീസായിട്ട് പോകൊണ്ടിരുന്നത്. അത് ഒഴിയണമെന്നും പറഞ്ഞ് നോട്ടീസ് വന്നതനുസരിച്ച് ഒഴിഞ്ഞു കൊടുത്തു. ഇപ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. ഞാനിപ്പോൾ അവിടെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോഴവരൊരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തുകയുടെ കാര്യങ്ങളും മറ്റും എൻ്റെ ഈ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളും നല്ലൊരു തുകയായിട്ടുണ്ട്. ഏകദേശം 15-18 ലക്ഷം രൂപ വലിയ കോൺട്രിബ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു മാതൃകയായിട്ട് നമുക്ക് സ്വീകരിച്ചുകൂടെ എന്നൊന്ന് പര്യാലോചിച്ചാൽ നന്നായിരിക്കും. ഉടനെയല്ല, കാലത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങിപ്പോകാൻ പറയത്തില്ലല്ലോ. സംസ്ഥാന സെക്രട്ടറി THM ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് കൈലാസ്നാഥ്, ജില്ലാ ട്രഷറർ പൊന്നപ്പൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രബാബു 2024-2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സോമൻ P വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഇതിനുശേഷം വരണാധികാരി വേലായുധൻ പിള്ളയുടെ സാന്നിധ്യത്തിൽ 2026-2028 കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വി രാജനെ പ്രസിഡന്റായും ചന്ദ്രബാബുവിനെ സെക്രട്ടറിയായും സോമൻ Pയെ ട്രഷററായും വീണ്ടും തെരഞ്ഞെടുത്തു. തുടർന്ന് മെഡിസെപ്പിന്റെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം ഉയർന്നു. പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കണമെന്നും വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പെൻഷൻകാരുടെ ക്ഷാമബത്തയിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കമ്മിറ്റിയെ യോഗം ചുമതലപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.